നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC ട്രിവാൻഡ്രത്തിനും ഖാദി LDCക്കും ചോദിച്ച സുപ്രധാന നിയമങ്ങളുടെ ഒരു ഡിസ്കഷൻ വീഡിയോ ആണിത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖാദി LDCയുടെയും TVM LDCയുടെയും സുപ്രധാന നിയമങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, രണ്ടിലും കൂടെ സുപ്രധാന നിയമങ്ങൾ. ആ സുപ്രധാന നിയമങ്ങളുടെ ഒരു ഡിസ്കഷനും കണക്റ്റഡ് ഫാക്ട്സും, ഇനി എക്സാമിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസിന്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഖാദിയുടെയും LDCയുടെയും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അതനുസരിച്ച് വേണം ഇനിയുള്ള എക്സാംസിന് പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാൻ. അപ്പൊ ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും അതുമായിട്ട് ഇനി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കും പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലിപ്പോ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എങ്കിൽ കൂടി, ഈ നിയമത്തെ പറ്റി ഒന്നും അറിയില്ല എങ്കിൽ കൂടി കോമൺ സെൻസ് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ ഇത് വായിക്കാം. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, പോക്സോ നിയമത്തിലെ 27-ാം വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്, അടുത്തത് ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ കൂടി നമുക്കിത് കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റും. കാരണം പോക്സോ കേസ് കുട്ടികൾക്കുള്ളതാണെന്ന് നമുക്കറിയാം. അതില് മൊഴി എടുക്കാൻ വരുന്ന ഓഫീസർ എന്തായാലും ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കരുത് എന്നൊരു കോമൺ സെൻസിൽ നമുക്ക് അറിയായിരിക്കും. അപ്പൊ അത് അറിയാം. അപ്പൊ മൂന്നാണ് നമുക്ക് അറിയുന്നത്. നമുക്ക് പ്രസ്താവനകൾ നോക്കുമ്പോൾ, ഓപ്ഷൻസ് നോക്കുമ്പോൾ 3 2 ഉള്ളത്, സിയും ബിയും. അപ്പം 3ഉം 4ഉം ഉണ്ട്, 1ഉം 2ഉം 3ഉം ശരിയെന്നും ഉണ്ട്. അപ്പം 3 എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്, 4 എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. അപ്പൊ അത് തെറ്റാണ്. അപ്പം ഇത് തെറ്റാണ്. ഇനി ഉള്ളത് ഇത് മാത്രമാണ്, 1, 2, 3 ശരി. അപ്പം അങ്ങനെ വെച്ചിട്ടും നമുക്ക് എഴുതാം. അല്ലാണ്ട് ഇത് പഠിച്ചിട്ടും എഴുതാം. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം, അത് ശരിയാണ്. പോക്സോ നിയമത്തിലെ 27-ാം വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം, അതും ശരിയാണ്. അപ്പൊ 1, 2, 3 ശരി. പോക്സോ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ് പോക്സോ കേസ്. ഖാദിക്ക് ചോദിച്ചിരുന്നു, LDCക്ക് ചോദിച്ചിരുന്നു. അപ്പം എല്ലാത്തിനും ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇനി എക്സാമിന് പോകുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് വിട്ടു പോകരുത്. അപ്പൊ നമുക്ക് പോക്സോ കേസിനെ പറ്റിയിട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും സ്റ്റേറ്റ്മെന്റ് ചോദിക്കുവാണെങ്കിൽ കിട്ടണം എന്ന് വെച്ചാണ് ഞാൻ ഇത്രയും വലുതായിട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് പോക്സോ കേസ് എന്ന് പറഞ്ഞാല്, ലൈംഗിക അതിക്രമം, ചൈൽഡ് പോണോഗ്രഫി തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും ഈ കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് ശിശു സൗഹൃദ സംവിധാനം പ്രദാനം ചെയ്യുന്നതിനുമാണ് പോക്സോ നിയമം നടപ്പിലാക്കിയത്. മനസ്സിലായല്ലോ? അപ്പം അതിന്റെ അടുത്ത വൈദ്യ പരിശോധന എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നതാണ് ഞാൻ എടുത്തേക്കുന്നത്. പോക്സോ ആക്ട് 2012 12 വകുപ്പ് 27 പ്രകാരം ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാകുന്ന കുട്ടികളെ അടിയന്തരമായി വൈദ്യ പരിശോധന നടത്തേണ്ടതാണ്. അത് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. 27-ാം വകുപ്പ് പ്രകാരം വൈദ്യ പരിശോധന വിധേയരാക്കണം. അപ്പം അതാണ് അതിൻ്റെത്. അപ്പൊ അടുത്തത് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയാണ് പോലീസ് വന്നിട്ട് വൈദ്യ പരിശോധന, അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഞാനൊന്ന് വായിക്കാം. ഒരു കുട്ടി ലൈംഗിക കുറ്റകൃത്യത്തിന് വിധേയമായി എന്നറിഞ്ഞാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും പോക്സോ നിയമപ്രകാരവും കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരവും കുട്ടിക്ക് വൈദ്യസഹായം നൽകേണ്ടതാണ്. പിന്നെയുള്ളത്, അത് പെൺകുട്ടിയാണെങ്കിൽ അത് വനിതാ ഡോക്ടർ തന്നെ ആയിരിക്കണം. റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ പോലീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് കുട്ടിക്ക് വേണ്ട വൈദ്യ പരിശോധന നൽകണം. അടുത്ത പ്രത്യേക കോടതി, പോക്സോ ആക്ട് 28-ാം വകുപ്പ് പ്രകാരം ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദ അന്തരീക്ഷത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രത്യേക കോടതി സജ്ജീകരിക്കണം എന്നാണ് അനുശാസിക്കുന്നത്. അതാണ് നമ്മുടെ ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം.
പിന്നെ എന്താണ് 2012 പോക്സോ ആയിട്ട് നിലവിൽ വരുന്നത്. 2012 നവംബർ 14. കേരളത്തിലും 2012 ഇന്ത്യയിലും കേരളത്തിലും. അപ്പോ ആദ്യ അധ്യായങ്ങളുടെ എണ്ണം 9, സെക്ഷനുകളുടെ എണ്ണം 46. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇതിൽ കേസിൽ പരിഗണിക്കുന്നതെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെ പരിഗണിക്കുന്നു. പരിധിയിൽ വരുന്ന കുറ്റങ്ങളാണ്. ഇത്രയും കുറ്റങ്ങളുണ്ട്, അതൊന്ന് വായിച്ചു വെച്ചേക്കുക. ഇത് അടുത്ത അതിന് ഈ പോക്സോ സംബന്ധിച്ച കേസുകൾക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1098. ഇത് പരാതികൾ ഓൺലൈനായിട്ടും കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് പോക്സോ ഇ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം. അത് നിലവിൽ വന്നത് 2016 ഓഗസ്റ്റ് 26. മേനകാ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷമാണ് 2019. ഓർത്തിരിക്കുക, 2019. നിലവിൽ വന്നത് 2012, ഭേദഗതി ചെയ്തത് 2019. ഇത് ഭേദഗതി രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്. ഭേദഗതി രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24. അടുത്ത ഭേദഗതി രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 24, ലോക്സഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 1. പിന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഇനി എങ്ങാനും സ്റ്റേറ്റ്മെന്റിൽ വരുവാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. ഇതിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആണ്. അടുത്ത് പോക്സോ കേസിൽ പരാതി നൽകേണ്ടത് ആർക്കാണ്? ലോക്കൽ പോലീസിന്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, പിന്നെ നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, നേരത്തെ പറഞ്ഞ 1098. അതുപോലെ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ആരെ വേണമെങ്കിലും നമുക്കറിയാം. ഈ പോക്സോ കുറ്റകൃത്യം നടന്നിട്ട് റിപ്പോർട്ട് അറിയിക്കാതിരുന്നാലും കേസ് ഉണ്ടാവും. ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും പ്രേരണാ കുറ്റത്തിന് പ്രതിയാകും. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. മൊഴി എടുക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥ യൂണിഫോം ധരിക്കാൻ പാടില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. മൊഴി എടുക്കുന്ന സമയത്ത് യൂണിഫോം ധരിക്കാൻ പാടില്ല. കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് വേണം മൊഴി എടുക്കേണ്ടത്. കാരണം കുട്ടിയുടെ മാനസികാവസ്ഥ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ യൂണിഫോം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കുട്ടിയുടെ മൊഴി എത്ര ദിവസത്തിനകം രേഖപ്പെടുത്തണം? 30 ദിവസത്തിനകം. വിചാരണ ചെയ്യുന്ന കോടതി ജില്ലാ ജഡ്ജി അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതിയായിരിക്കും. കുറ്റവിചാരണ എത്ര കാലയളവിൽ പൂർത്തിയാക്കണം? 1 വർഷത്തിനുള്ളിൽ കുറ്റവിചാരണ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെയിം ഇതിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കണം. പോക്സോ ആക്ടിൽ നിന്ന് നിലവിൽ വന്ന വർഷം നമ്മൾ നേരത്തെ പഠിച്ചു, 2012 ആണ് ആൻസർ. അടുത്തതിലേക്ക് നമുക്ക് പോവാം. വിവരാവകാശം, മനുഷ്യാവകാശം, വനിതാ കമ്മീഷൻ, പട്ടികവർഗം, ന്യൂനപക്ഷ കമ്മീഷൻ, ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, അല്ലെങ്കിൽ എല്ലാം ചോദിക്കും. ചേരുംപടി ചേർക്കാനൊക്കെ ചോദിച്ചിരുന്നു ഖാദിക്ക്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമം 2005 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ആരെന്നാണ്? ഉത്തരം സംസ്ഥാനത്തിലെ ഗവർണറാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. സംസ്ഥാനമാണോ ദേശീയമാണോ നോക്കുക. ഇത് സംസ്ഥാനമാണ്, അതുകൊണ്ടാണ് ഗവർണർ. ദേശീയമായിരുന്നെങ്കിൽ രാഷ്ട്രപതിയാണ്, അതാണ് ശ്രദ്ധിച്ച് വായിക്കണം എന്ന് പറയുന്നത്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗ ഗസറ്റിൽ വിജ്ഞാനം പിടിച്ച് രൂപീകരിച്ച ഒരു സ്വയംഭരണാധികാരവും നിയമാനുസൃതവുമായ സ്ഥാപനമാണ് എന്ത്? കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അതില് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വേണം. 10ൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഗവർണർ നിയമിക്കും. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. ഗവർണറാണ് നിയമിക്കുന്നത്. അടുത്ത കാലാവധി എന്ന് പറയുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ്. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കാലാവധി പൂർത്തിയാകുമ്പോൾ വീണ്ടും നിയമനത്തിന് അർഹതയില്ല. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒഴിവുള്ള തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ നികത്തേണ്ടതാണ്. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറിന്റെയും ഇൻഫർമേഷൻ കമ്മീഷണറിന്റെയും സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരുടെ ശമ്പളവും അലവൻസും ആർക്ക് തുല്യമാണ്? സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമാണ്. അപ്പൊ ഇപ്പോഴത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഹീരാലാൽ സമരിയാണ്.
ദേശീയമാണ്. സ്റ്റേറ്റ് ആണെങ്കിൽ വി ഹരിനായർ ആണ്. ഓർത്ത് വെച്ചേക്കുക, ഹീരാലാൽ സമരിയയാണ് വിവരാവകാശ ദേശീയ വിവരാവകാശ കമ്മീഷണർ. സ്റ്റേറ്റിലാണെങ്കിൽ വി ഹരിനായർ ആണ്. അതിന്റെ ഒരു ഘടന കേന്ദ്രം, ഇപ്പൊ നമ്മൾ സംസ്ഥാനത്തിന്റെയാണ് നോക്കിയത്, കേന്ദ്രത്തിന്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ നേതൃത്വത്തിലാണ് CACയുടെ സഹായത്തിലെ 10 കൂടാതെ വിവരാവകാശ കമ്മീഷണർമാരില്ല. 5 വർഷത്തേക്കാണ്. നേരത്തെ 365 ആയിരുന്നു, ഇത് 5 ആണ്. 6 കമ്മീഷണർമാരാണ് കൂടാതെ ഉള്ളത്. നിയമനം ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. നേരത്തെ സംസ്ഥാന ഗവർണർ ആയിരുന്നു, ഇത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ കാലാവധി 65 വയസ്സാണ്. ഏതാണോ ആദ്യം അതായിരിക്കും. വീണ്ടും അവരും എന്താണ്? വീണ്ടും നിയമനത്തിന് അർഹരല്ല. അപ്പൊ ഇത് കേന്ദ്ര വിവരം, സംസ്ഥാനമാണ് ചോദിച്ചത്. സംസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നോക്കുമ്പോ കേന്ദ്രവും, എല്ലാ കമ്മീഷനും കേന്ദ്രവും നോക്കുക, സംസ്ഥാനവും നോക്കിയിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങളാണ്. അപ്പൊ നമുക്കറിയാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. അതില് എന്താണ് ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഉത്തരം നിസ്വാർത്ഥ സേവനങ്ങളാണ്. കാരണം ഗതാഗതത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഉപഭോക്തൃ സംരക്ഷണത്തിൽ പറയാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. ഇൻഷുറൻസ് സംബന്ധമായാലും നമുക്ക് ചോദിക്കാം, വാർത്താ വിവരമാണെങ്കിലും ചോദിക്കാം. നിസ്വാർത്ഥ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്യുകയാണ്, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സഹായം ചെയ്യുന്നതിനാണ് നിസ്വാർത്ഥ സേവനങ്ങൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പരാതി കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതാണ് നിസ്വാർത്ഥ സേവനങ്ങളാണ് ഉത്തരം. അപ്പൊ ഇത് 3 നമുക്ക് കൊടുക്കാം, ഇത് കൊടുക്കാൻ പറ്റില്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ആണ്. പുതിയ നിയമമാണ് വന്നിരിക്കുന്നത് എന്താണ് 2019. എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് വെച്ചാല് ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. സാധനത്തെയോ സേവനത്തെയോ എന്താണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ആണ് പാർലമെന്റ് പാസ്സാക്കിയത്. ഇത് 2020 ജൂലൈയിൽ പ്രാബല്യത്തില് വരികയും ചെയ്തു. അപ്പൊ 86 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് എന്ത് ചെയ്തു, പകരമായിട്ടാണ് പുതിയത് വന്നത്. അടുത്ത വീണ്ടും കമ്മീഷനാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വിവരാവകാശം പഠിക്കുക, ന്യൂനപക്ഷം, പട്ടികവർഗം, വനിതാ കമ്മീഷൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നോക്കിയിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത് ശരിയാണ്. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച് നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. അവരുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പരാതി കൊടുക്കണമെങ്കിൽ അത് അന്വേഷിക്കണം. ഓക്കെ. അടുത്ത പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. അപ്പൊ അത് പ്രധാനമന്ത്രിക്കല്ല സമർപ്പിക്കേണ്ടത്, അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. അപ്പൊ ഇത് 3 ആൻസർ. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. അപ്പൊ പ്രധാനമന്ത്രിക്കല്ല സമർപ്പിക്കേണ്ടത്. അപ്പൊ എന്താണ് പട്ടികവർഗ നമുക്കൊന്ന് നോക്കാം. അതായത് പട്ടികവർഗ കമ്മ്യൂണിറ്റികളെ അവരുടെ സാമൂഹികവും വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്ന ഒരു ഇതാണ് പട്ടികവർഗ കമ്മീഷൻ. ഇതിന്റെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ 1 ആയിരുന്നു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 1 ആയിരുന്നു. അതിനെ 2 ആക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338A ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ 338 എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. 338A-യും 338 എങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചേക്കാം, മാറിപ്പോകരുത്. A വരുമ്പോ പട്ടികവർഗ കമ്മീഷൻ, 338 ആണെങ്കിൽ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ. ഓക്കെ. 2024 ഫെബ്രുവരി 19 പ്രാബല്യത്തിൽ വന്ന 89ാം ഭരണഘടനയാണ്. എന്താണ് അപ്പൊ ആദ്യം എന്താണ് പഴയ ദേശീയ കമ്മീഷനെ വിഭജിച്ച് 2 മാറ്റിയതാണ് പട്ടികജാതിയും പട്ടികവർഗവുമായിട്ട്. ഇപ്പോ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഹർഷ് ചൗഹാൻ ആണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. 338A-യും 338 ഓർത്തു വെച്ചേക്കുക. പട്ടികവർഗവും പട്ടികജാതിയുമാണ്. 89ാം ഭേദഗതിയാണ്
2004 ഫെബ്രുവരി 19. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഗാർഹിക പീഡനം. അത് എന്താണ് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്, അതും കൂടെ നോക്കി. സുപ്രധാന നിയമങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ സിലബസിൽ, അപ്പൊ അതിൽ നിന്നെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അതൊന്ന് പഠിച്ചു. ഗാർഹിക പീഡനം എല്ലാ ക്വസ്റ്റ്യൻസിലും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നോക്കാം നമുക്ക്. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. എന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ആൻസർ എന്ന് പറയുന്നത്. എന്താണ് ഗാർഹിക അക്രമം, അതെന്താ അതിന്റെ നിർവചനത്തിൽ വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മൂന്നും എന്താണ് അതിന്റെ നിർവചനത്തിൽ വരുന്നതാണ്. മാനസികവും ശാരീരികമായിട്ടുള്ള ഉപദ്രവം, സ്ത്രീധനം നേടുന്നതിന് വേണ്ടിയിട്ട് ബന്ധുവിനെ ശല്യം ചെയ്യുക. അപ്പൊ അത് ചിലർക്ക് ഡൗട്ട് തോന്നും, ബന്ധുവിനെ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് ഡൗട്ട് തോന്നും, അതും ഉണ്ട്. സാമ്പത്തിക ചൂഷണം, ഇത് മൂന്നും ഗാർഹിക അക്രമത്തിൽ വരുന്നതാണ്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗാർഹിക പീഡനം ഈ നിയമപ്രകാരം പരാതിക്കാരിയെ മാനസികമോ ശാരീരികമോ ആയി മുറിവേൽപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇത് സ്റ്റേറ്റ്മെന്റിൽ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വായിച്ചു വെച്ചിരുന്നാൽ മതി. ആരോഗ്യം, സുരക്ഷ, ജീവിത സ്വാസ്ഥ്യം, ശാരീരിക അവയവങ്ങൾ എന്നിവയെ അപകടപ്പെടുത്തുന്നതോ അതിനിടയാക്കുന്നതോ ആയിട്ടുള്ളതാണ്. പിന്നെ ശാരീരികമോ ലൈംഗികമോ വാചികമോ വൈകാരികമോ സാമ്പത്തികമോ, ഇതെല്ലാ വാക്കുകളും ഉൾപ്പെടുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അതിനെയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് ഗാർഹിക പീഡനത്തിൽ വരുന്നതാണ്. പിന്നെ സ്വത്തിനോ നിയമവിരുദ്ധമോ എന്തെങ്കിലും ആവശ്യം പരാതിക്കാരിയോ അവരുമായിട്ട് ബന്ധമുള്ള മറ്റാരെങ്കിലുമോ, അതായിരുന്നു അതിൽ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വിശദമായിട്ട് തന്നിരിക്കുന്നത്. പിന്നെന്താണ് എല്ലാം ഒന്ന് വായിച്ചു വെച്ചിരിക്കണം. അപ്പൊ എന്താണ് എല്ലാം മാനസികം, ശാരീരിക, ആരോഗ്യ, സുരക്ഷ, ജീവിതം, ശാരീരികമോ ലൈംഗികമോ വാചികമോ വൈകാരികമോ സാമ്പത്തികമോ, ഇത് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വാചികവും വൈകാരികവുമായ പീഡനത്തിൽ നാണം കെടുത്തൽ, ഇരട്ടപ്പേര് വിളിക്കൽ, കുഞ്ഞില്ലാത്തതിന്റെയോ ആൺകുഞ്ഞില്ലാത്തതിന്റെയോ പേരിൽ അധിക്ഷേപിക്കൽ, പരാതിക്കാരിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ ഉപദ്രവിക്കുമെന്ന ഭീഷണി എന്നിവ ഉൾപ്പെടുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബന്ധുവിന്റെ കാര്യം, ഇതിൽ കണ്ടു. ഏതെങ്കിലും താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ ഉപദ്രവിക്കുമെന്ന ഭീഷണി, അതും അതില് ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ നിയമപരമോ ആചാരപരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക അല്ലെങ്കിൽ ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയവയും ഈ അതിക്രമത്തിൽ ഉൾപ്പെടുന്നുണ്ട്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും വലുതായിട്ട് തന്നിരിക്കുന്നത്. അടുത്ത താഴെ പറയുന്ന ആരൊക്കെയാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത് അല്ല സമീപിക്കേണ്ടത്? സംരക്ഷണ ഉദ്യോഗസ്ഥൻ, സേവനദാതാക്കൾ, പോലീസ്, മജിസ്ട്രേറ്റ്, ഇത്രയും പേര് നമുക്ക് സമീപിക്കാവുന്നതാണ്. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ട്, ന്യൂനപക്ഷ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, എല്ലാം സംസ്ഥാനമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ. ഇതിന്റെ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. ഇതിന്റെ വർഷം വെച്ചിട്ട് ചേരുംപടി ചേർക്കാം. അപ്പൊ നമ്മളെല്ലാം പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് 2007 ഡി ആണ് ആൻസർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വന്നത് 2013 എ ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് 1998 സി ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 ബി ആണ്. അപ്പോ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 അപ്പൊ DACB ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് സംസ്ഥാന വനിതാ കമ്മീഷൻ, ബാക്കിയുള്ള കമ്മീഷനെ പറ്റി നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നും കാണാത്തവർ കണ്ടു നോക്കുക. അതുകൊണ്ടാണ് ഞാൻ വനിതയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പൊ 1996 മാർച്ച് 3 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. ആദ്യ കമ്മീഷന്റെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി ആയിരുന്നു. കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 4 കൂടാത്ത അംഗങ്ങൾ, ഒരു സെക്രട്ടറി എന്നിവർ ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ ആരായിരിക്കണം? സ്ത്രീകളായിരിക്കണം. ഓക്കെ, സംസ്ഥാന വനിതാ കമ്മീഷനാണ് പറയുന്നത്. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അറിവും പരിചയവുമുള്ള ആളായിരിക്കണം ചെയർപേഴ്സൺ.
പിന്നെ ഒരംഗം പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് ആളുമായിരിക്കണം. ഇപ്പോഴത്തെ അധ്യക്ഷ എന്ന് പറഞ്ഞ പി സതീദേവിയാണ്. ഈ ക്വസ്റ്റ്യൻ വേറെ ഒരു ഇതിലും ചോദിച്ചിരുന്നു. LDCക്ക് എന്താണ് ചോയ്സിൽ, അതായത് ഓപ്ഷൻസിൽ ചോദിച്ചിരുന്നു സതീദേവി. രേഖ ശർമ്മ ആൻസർ ആയിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സതീദേവിയാണ് ഇതിന്റെ അധ്യക്ഷ. ഇത്രയും പേര് ഡോക്ടർ ഷിജി ശിവതി, രാധ, ഷൈദ കുമാർ, ഇന്ദിര രവീന്ദ്രൻ, ഇവരൊക്കെ ആരാണ്? അംഗങ്ങളാണ്. 4ൽ കൂടാത്ത, അപ്പൊ എത്രയാണ്? ഒരു ചെയർപേഴ്സൺ, 4ൽ കൂടാത്ത അംഗങ്ങൾ, ഒരു സെക്രട്ടറി എന്നിവർ ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിവുള്ളവരായിരിക്കണം. ഒരംഗം എന്താണ്? പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള ആളുമായിരിക്കണം. അപ്പൊ 1996 മാർച്ച് എല്ലാം നോക്കിക്കുക. ആദ്യത്തെ ആരായിരുന്നു? ആദ്യത്തെ അധ്യക്ഷ എന്ന് പറഞ്ഞ സുഗതകുമാരി ആയിരുന്നു. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസ്സാക്കിയത്. നിലവിൽ വന്നത് 1998 ഡിസംബർ 11. അതിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ്. ഇത് പി സതീദേവിയാണ്. ഇത് അലക്സാണ്ടർ തോമസ് ആണ്. അടുത്ത വിവരാവകാശ നിയമം 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? 10 രൂപയാണ് ആൻസർ. അപ്പൊ നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും അറിയണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ് വിവരാവകാശ നിയമം. നമ്മള് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്, അപേക്ഷ കൊടുക്കുന്നതിനെ പറ്റി നോക്കാം. വിവരങ്ങൾ ലഭിക്കുന്നതിന് 10 രൂപയുടെ ഫീസോട് കൂടിയ അപേക്ഷയാണ് നൽകേണ്ടത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ള വിഭാഗക്കാർക്ക് എന്ത് വേണ്ട? ഫീസ് വേണ്ട. എന്നാൽ പക്ഷെ അത് തെളിയിക്കാനുള്ള രേഖകളൊക്കെ അവർ ഹാജരാക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഔദ്യോഗിക ഭാഷ ഇവയിൽ ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷ സമർപ്പിക്കാം. അപ്പൊ 10 രൂപയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് വേണ്ട. ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഔദ്യോഗിക ഭാഷ ഇവയിൽ ഏതെങ്കിലും ഭാഷയിൽ എന്ത് ചെയ്യാം? അപേക്ഷ സമർപ്പിക്കാം. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ നൽകാനാവില്ല. സെക്രട്ടറി, പ്രസിഡന്റ് എന്നിങ്ങനെ മാത്രം രേഖപ്പെടുത്തിയിട്ട് അങ്ങനെ അപേക്ഷ നൽകാനാവില്ല. നമ്മളിപ്പോ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു അപേക്ഷ കൊടുക്കുന്നത്. അത് എന്തിനാണ് എന്ന് അപേക്ഷകനോട് ചോദിക്കാൻ പാടില്ല. അപേക്ഷ മറ്റൊരു പബ്ലിക് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വേറൊരു പബ്ലിക് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യണം? അപേക്ഷ സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് 5 ദിവസത്തിനകം ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വേറെ ഒരു ഇതിലാണ് കൊടുക്കുന്നത് എങ്കിൽ, വേറെ ഒരു മറ്റൊരു പബ്ലിക് അതോറിറ്റിക്കാണ് അപേക്ഷ നമ്മൾ നൽകുന്നതെങ്കിൽ, അങ്ങനെയുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ചിലപ്പോൾ എന്ത് ചെയ്യും? 35 ദിവസങ്ങൾ വരെ എടുത്തേക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ 10 രൂപയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് വേണ്ട. ഇത് ആർക്കാണ് കൊടുക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷകൾ കൊടുക്കേണ്ടത്. അപേക്ഷകൾ തീർപ്പാക്കുന്ന കാര്യത്തിൽ പൂർണ്ണ അധികാരം ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് പൂർണ്ണമായിട്ടുള്ള അധികാരം. അദ്ദേഹത്തിനാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. PIO, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ പേരിലും ഒപ്പോടും കൂടി മാത്രമേ കത്തിടപാടുകൾ നടത്താൻ പാടുള്ളൂ. മറ്റ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇക്കാര്യത്തിൽ ഇടപെടാനാവില്ല. അപേക്ഷ തീർപ്പാക്കുന്നതിന് വേണ്ടി പബ്ലിക് അതോറിറ്റിയിലെ മറ്റ് ഏത് ഉദ്യോഗസ്ഥരുടെയും സഹായം തേടാവുന്നതാണ്. അപ്പോ വേറെ ഉദ്യോഗസ്ഥരുടെ സഹായം തേടാവുന്നതാണ്. ഇപ്രകാരം സഹായം ആവശ്യപ്പെട്ടിട്ടും സഹായം നൽകാനായില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ PIO ആയി കണക്കാക്കി ശിക്ഷിക്കുവാൻ ആർക്ക് അവകാശമുണ്ട്? വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ രേഖകളും വിവരങ്ങളും ലഭിക്കുന്നതിന് കൊടുക്കേണ്ട ഫീസിന്റെ കാര്യമാണ് ഒന്നുകൂടെ പറയുന്നത്. A4 വലിപ്പത്തിലുള്ള പേപ്പർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഓരോ പേജിനും 3 രൂപയാണ് അടയ്ക്കേണ്ടത്. A4 വലിപ്പത്തിലുള്ള പേപ്പറിലാണ് വിവരങ്ങൾ ലഭിക്കേണ്ടതെങ്കിൽ നമ്മൾ 3 രൂപ അടയ്ക്കണം. വലിപ്പം കൂടുതലുള്ള പേപ്പർ ആണെങ്കിൽ അതിനുള്ള യഥാർത്ഥ ചെലവ് എത്രയാണോ ആ പേപ്പറിനുള്ള ചെലവ് അത് തന്നെ നമ്മൾ അടയ്ക്കണം. പിന്നെ സാമ്പിളുകളും മോഡലും ലഭിക്കുന്നതിനും എന്ത് ചെയ്യണം? അതിന്റെ യഥാർത്ഥ ചെലവ് തന്നെയാണ് കൊടുക്കേണ്ടത്. രേഖകളുടെ പരിശോധനയ്ക്ക് നമുക്ക് രേഖകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിന് ഫീസ് ഇല്ല നമുക്ക്. അതിനുശേഷമുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതമാണ്. നമുക്ക് ആദ്യത്തെ 1 മണിക്കൂറിന് രേഖകൾ പരിശോധിക്കാൻ ഫീസ് കൊടുക്കണ്ട. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് വിവരങ്ങൾ CD, ഫ്ലോപ്പി തുടങ്ങിയ ഇലക്ട്രോണിക് രൂപങ്ങളിൽ ലഭിക്കുന്നതിന് എന്ത് ചെയ്യണം? 50 രൂപ കൊടുക്കണം. പ്രിന്റഡ് ആയിട്ടാണ് തരുന്നതെങ്കിൽ 3 രൂപ. അല്ലാതെ നമ്മൾ അപേക്ഷ ഒരു വിവരാവകാശം കൊടുക്കുന്നതിന് നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി എന്തിനെ പറ്റിയെങ്കിലും നമുക്ക് അറിയണം, അതിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അത് 10 രൂപയാണ്.
ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫീസ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് വേണ്ട. പിന്നെ ബാക്കി A4 ആണെങ്കിൽ 3, CD ഫ്ലോപ്പി ആണെങ്കിൽ 50, പിന്നെ അല്ലെങ്കിൽ ബാക്കി അതിൻ്റെതായിട്ടുള്ള യഥാർത്ഥ ചെലവുകളായിട്ട് കൊടുക്കേണ്ടി വരും. അടുത്ത 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? അപ്പൊ ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത് ചോദിച്ചാൽ 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. അപ്പൊ 2007 മാതാപിതാക്കളുടെയും മുതിർന്ന സീനിയർ സിറ്റിസന്റെ മാതാപിതാക്കളുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമം 2007. അത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. 2007 അത് പ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നതാണ് ചോദ്യം. 60 വയസ്സോ അതിനു മുകളിലോ പ്രായം ഉള്ളവരെയാണ് സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ മുതിർന്ന പൗരൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഓരോരുത്തരെയും എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മക്കൾ എന്നതിൽ മകനും മകളും പൗത്രനും പൗത്രിയും ഉൾപ്പെടുന്ന പ്രായപൂർത്തിയാണ് മക്കള്. മാതാവ് പിതാവെങ്കില് ബയോളജിക്കൽ അല്ലെങ്കിൽ അഡോപ്ഷൻ ദത്തെടുപ്പ് വഴിയോ ആയ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ എന്നിവർ ഉൾപ്പെടുന്നതാണ് മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത്. ബയോളജിക്കലും ആവാം, ദത്തെടുത്തതും ആവാം. മുതിർന്ന പൗരൻ ഇത്തരത്തിലുള്ള മാതാവ് പിതാവ് എന്നിവർ മുതിർന്ന പൗരന്മാർ ആകണമെന്നില്ല. ഇനി മുതിർന്ന പൗരന്റെ നിർവചനം എങ്ങനെയാണ്? 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഇന്ത്യൻ പൗരനായ വ്യക്തി. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഇന്ത്യൻ പൗരനായ വ്യക്തിയെ നമ്മൾ എന്ത് പറയും? സീനിയർ സിറ്റിസൺ എന്ന് പറയും. അതാണ് ഇവിടുത്തെ ആൻസർ. ഇപ്പൊ 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള നിയമം വരുന്നത്. അതിലെ മക്കൾ, മാതാവ്, മുതിർന്ന പൗരൻ, ബന്ധു. എന്നാൽ മക്കളില്ലാത്ത മുതിർന്ന പൗരന്റെ മൈനർ അല്ലാത്തതും അയാളുടെ സ്വത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരും അയാളുടെ മരണശേഷം പിന്തുടർച്ചാവകാശം ലഭിക്കുന്നതുമായ ഏതെങ്കിലും നിയമാനുസൃത അവകാശിയാണ് ബന്ധു എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത സംരക്ഷണത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വൈദ്യപരിചരണവും ചികിത്സയും നൽകണം. എങ്ങനെയാണ്? ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വൈദ്യപരിചരണവും ചികിത്സയും നൽകണം. അതാണ് സംരക്ഷണം എന്ന് പറയുന്നത്. ക്ഷേമം എന്നാൽ ആരോഗ്യ സംരക്ഷണവും വിനോദ കേന്ദ്രങ്ങളും മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ മറ്റ് സുഖ സൗകര്യങ്ങൾ എന്നർത്ഥമാക്കുന്നു. അപ്പൊ എന്താണ്? ഓരോരുത്തർക്കും ഓരോ നിർവചനം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് മുതിർന്ന പൗരനാണ്. മുതിർന്ന പൗരൻ 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരാണ്. അപ്പൊ നമ്മള് എന്താണ് സുപ്രധാന നിയമങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇനിയുള്ള എക്സാംസിനും സുപ്രധാന നിയമങ്ങൾ വരും. അപ്പം ഇതിൽ തന്നെ ഒരുവിധം എല്ലാ നിയമങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒരു വിവരാവകാശമാകട്ടെ, മനുഷ്യാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗം എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള നിങ്ങൾ പഠിക്കുമ്പോൾ ദേശീയവും സംസ്ഥാനവും കൂടെ പഠിച്ചു പോകുക. എല്ലാത്തിന്റെയും ഡേറ്റ്, അവരുടെ കുറച്ച് വിവരങ്ങൾ, അതാണ് ഞാൻ ഇതിൽ കൂടുതൽ ചേർത്തിരുന്നത്. സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നെങ്കിൽ അങ്ങനെ എഴുതാൻ വേണ്ടി. അപ്പോൾ പോക്സോ ആക്ട് അല്ലെങ്കിൽ പിന്നെന്താ ഗാർഹിക പീഡനം, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പം അടുത്ത എക്സാംസിനൊക്കെ ഇതിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് പോവുക. താങ്ക് യു.